കാലവർഷക്കെടുതിയിൽ സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. പത്തനംതിട്ടയിൽ പ്രത്യേക സന്നാഹമൊരുക്കും. വെള്ളപ്പൊക്കത്തിനു കാരണം ഡാമുകൾ തുറന്നതുകൊണ്ടല്ലെന്നും തീവ്ര മഴ കാരണമെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. കാലവർഷക്കെടുതിയിൽ ഉന്നതതല യോഗം ചേർന്ന ശേഷമാണ് സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം. മഴക്കെടുതിയിൽ ഇതുവരെ 15 പേർ മരിച്ചതായും 7 പേരെ കാണാതായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് ഇപ്പോൾ ഉള്ളത്, ക്യാമ്പുകളിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇതുവരെ മരിച്ചവരുടെ എണ്ണം കണക്കാക്കിയിട്ടുള്ളത് 15ആണ്. മിസ്സിങ് ഉള്ളത് 7 പേരാണ്. 15 പേര് മരിക്കുകയും 7 പേരും മിസ്സിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ഡാമുകൾ തുറന്നതല്ല വെള്ളപ്പൊക്കത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പല പ്രചരണങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട്. ആ പ്രചരണങ്ങളിൽ ഏറ്റവും പ്രധാനം അണക്കെട്ടുകളിൽ നിന്ന് വെള്ളമൊഴുക്കുന്നു എന്നുള്ളതാണ്. അണക്കെട്ടുകൾ, പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് വളരെ താഴെയാണ്. ജനങ്ങളുടെ ഇടയിൽ യാതൊരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ല. തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പ്രചരിക്കുകയാണ്. പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങിന് 10,000 രൂപ നൽകും. വീടുകളിൽ വെള്ളം കയറിയവർക്കും 10,000 രൂപ നൽകും. വീടും സ്ഥലവും നഷ്ടമായവർക്ക് 12 ലക്ഷം രൂപയും വീട് നഷ്ടമായവർക്ക് 8 ലക്ഷം രൂപയും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.